ഭാഗം 2. പുലർച്ചെ സൂര്യപ്രകാശം ജനലിലൂടെ അകത്തേക്ക് വീണപ്പോഴാണ് മീനു പതുക്കെ കണ്ണു തുറന്നത്. അവൾ ചുറ്റും നോക്കി. ഇത് അവളുടെ വീടായിരുന്നില്ല. അമ്മയുമില്ല, അച്ഛനുമില്ല. പരിചയമില്ലാത്ത ഒരു മുറി, പരിചയമില്ലാത്ത ചുവരുകൾ, പരിചയമില്ലാത്ത ഗന്ധം. ഒരു നിമിഷം അവൾ ആശയക്കുഴപ്പത്തിലായി. പിന്നെ ഇന്നലെ രാത്രിയിലെ ഭയത്തിന്റെ ചില മങ്ങിയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് മടങ്ങി വന്നു. അമ്മേ! അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. അടുക്കളയിൽ നിന്നിരുന്ന ശാന്ത ഓടിയെത്തി. മോളെ, കരയണ്ട. അവൾ സ്നേഹത്തോടെ മീനുവിനെ എടുത്തു. പക്ഷെ മീനു അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. കൈകൾ നീട്ടി ഒരേ ഒരു വാക്ക് മാത്രം വിളിച്ചു, അച്ഛാ. ആ വിളി കേട്ടപ്പോൾ ശാന്തയുടെ ഹൃദയം പിടഞ്ഞുപോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു വശത്ത് ഈ കുഞ്ഞിനെ ഉടൻ യഥാർത്ഥ മാതാപിതാക്കളുടെ അടുത്തെത്തിക്കണമെന്ന മനസാക്ഷി, മറുവശത്ത് വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ച ഒരു വേദന. അവൾ കണ്ണുകൾ അടച്ചു. ഭിത്തിയിൽ തൂങ്ങിയിരുന്ന ആ ചെറിയ ഫോട്ടോ വീണ്ടും മനസ്സിലേക്ക് വന്നു. 6 വർഷം മുമ്പ് ശാന്തയ്ക്കും ഒരു മകൾ ഉണ്ടായിരുന്നു, ആര്യ. 3ാം പിറന്നാൾ ആഘോഷിച്ച ദിവസങ്ങൾക്കകം ശക്തമായ പനിയെ തുടർന്ന് അവൾ മരിച്ചുപോയി. ആ ദിവസത്തിന് ശേഷം ശാന്തയുടെ ജീവിതം തകർന്നു. ഭർത്താവ് ആ വേദന താങ്ങാനാകാതെ വീട് വിട്ടുപോയി. പിന്നീട് ഒരു അപകടത്തിൽ അദ്ദേഹം മരിച്ചുവെന്ന വാർത്ത മാത്രമാണ് കിട്ടിയത്. അതിനുശേഷം വീട്ടിൽ ശാന്ത തനിച്ചായിരുന്നു. ഓരോ രാവിലെയും മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിക്കും. ഓരോ രാത്രിയും ആ ഫോട്ടോ നോക്കി കരയും. ജീവിതം മുന്നോട്ട് പോയെങ്കിലും അമ്മയുടെ മനസ്സ് അവിടെ തന്നെ നിന്നുപോയിരുന്നു. ഇപ്പോൾ അവളുടെ മുന്നിൽ മറ്റൊരു 3 വയസ്സുകാരി, അമ്മയെ വിളിച്ച് കരയുന്ന ഒരു കുഞ്ഞ്. ശാന്തയുടെ മനസാക്ഷി പറഞ്ഞു, ഉടൻ പോലീസിൽ അറിയിക്കണം. പക്ഷെ തകർന്നു പോയ അമ്മയുടെ ഹൃദയം മറ്റൊന്ന് പറഞ്ഞു, ഒരു ദിവസം മാത്രം ഇവൾ ഇവിടെ എൻ്റെ വീട്ടിലിരിക്കട്ടെ. ആ ഒരു ദിവസം അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ തെറ്റായി മാറുമെന്ന് ശാന്തയ്ക്കപ്പോൾ അറിയില്ലായിരുന്നു. അതേസമയം മുരളിയുടെയും സരസ്വതിയുടെയും വീട്ടിൽ ഒരു നിശബ്ദത നിറഞ്ഞിരുന്നു. വീട്ടുമുറ്റത്ത് കളിപ്പാട്ടങ്ങൾ അതേപടി കിടന്നു. മീനു കഴിഞ്ഞ ദിവസം കളിച്ച തുണിപ്പാവ ഒരു മൂലയിൽ വീണു കിടക്കുകയായിരുന്നു. സരസ്വതി അതെടുത്ത് നെഞ്ചോട് ചേർത്തു. അവളുടെ കണ്ണുനീർ പാവയുടെ മേൽ വീണു. ഇന്നലെ ഇതും പിടിച്ചാണ് അവൾ ഉറങ്ങിയത്. അത്രയും പറഞ്ഞതും അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. മുരളിക്ക് ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ ഉള്ളിലും അതേ വേദനയായിരുന്നു. എന്നാൽ ഒരേ ഒരു കാര്യം അവൻ തീരുമാനിച്ചിരുന്നു, എന്റെ മകളെ കണ്ടെത്താതെ ഞാൻ ഒരിക്കലും നിർത്തില്ല. അന്ന് തന്നെ രാവിലെ അന്വേഷണം കൂടുതൽ ശക്തമായി. മീനുവിന്റെ ഫോട്ടോ ഇല്ലായിരുന്നു. കാരണം ആ കാലത്ത് സാധാരണ കുടുംബങ്ങൾ കുട്ടികളുടെ ചിത്രങ്ങൾ പതിവായി എടുക്കില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ പോകുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലെ ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു കുടുംബ ഫോട്ടോ മാത്രം. ആ ചിത്രത്തിൽ മീനുവിന്റെ മുഖം വളരെ ചെറുതായി മാത്രമേ കാണാനായിരുന്നുള്ളൂ. പോലീസുകാർ ആ ഫോട്ടോയുടെ പകർപ്പുകൾ എടുത്ത് വിവിധ സ്റ്റേഷനുകളിലേക്ക് അയച്ചു. അടുത്ത ജില്ലകളിലേക്കും വിവരം കൈമാറി. റേഡിയോ സ്റ്റേഷനുകളിലും പത്ര ഓഫീസുകളിലും അറിയിപ്പ് നൽകി. എന്നാൽ ഒരു വ്യക്തമായ ചിത്രമില്ലാത്തത് അന്വേഷണത്തിന് വലിയ തടസ്സമായി. അതേസമയം ശാന്ത മീനുവിനെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. മോളെ, കുറച്ച് ചോറ് കഴിക്കാമോ? മീനു തല ഉലുക്കി. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അമ്മയെ കാണാതെ ഒന്നും കഴിക്കാൻ അവൾ തയ്യാറായില്ല. കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ഒടുവിൽ ക്ഷീണം കാരണം അവൾ കുറച്ച് വെള്ളം മാത്രം കുടിച്ചു. ശാന്തയ്ക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്, അവളുടെ മനസാക്ഷി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ വാതിലിനടുത്തേക്ക് നടന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി. അതേസമയം വീട്ടുമുറ്റത്തൊരു ജീപ്പ് വന്നു നിന്നു. ശാന്തയുടെ മുഖം വിളറി. പോലീസ്! അവളുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. പക്ഷെ ജീപ്പിൽ നിന്നിറങ്ങിയത് പോലീസുകാരല്ല, അവളുടെ സഹോദരൻ രാഘവനായിരുന്നു. അയാൾ അകത്തേക്ക് കയറിയ ഉടൻ മീനുവിനെ കണ്ടു. മുഖം ഗൗരവമായി. ശാന്തേ, ഈ കുഞ്ഞാരാണ്? ആ ചോദ്യം ഇനി കഥയെ മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ പോവുകയായിരുന്നു. രാഘവന്റെ ചോദ്യം കേട്ടതും ശാന്തയുടെ മുഖത്തെ നിറം മങ്ങി. അവൾ കുറച്ചു നിമിഷങ്ങൾ മിണ്ടാതെ നിന്നു. ഉത്സവത്തിൽ കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നതാ, പതുക്കെ അവൾ പറഞ്ഞു. രാഘവൻ നെറ്റി ചൊളിച്ചു. പിന്നെ പോലീസിൽ ഏൽപ്പിച്ചില്ലേ? ഞാൻ ഇന്ന് രാവിലെ പോകാനിരുന്നതാണ്. ശാന്തയുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസമില്ലായിരുന്നു. രാഘവൻ മീനുവിന്റെ അടുത്തേക്ക് നടന്നു. കുഞ്ഞു ഭയന്ന് ഒരു മൂലയിലേക്ക് ഒതുങ്ങി. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. രാഘവൻ അത് കണ്ടതോടെ കാര്യം ഗൗരവമാണെന്ന് മനസ്സിലായി. ശാന്തേ, ഇത് കളിയല്ല. ആ കുഞ്ഞിനെ ഇപ്പോൾ ആരൊക്കെയോ ഭ്രാന്ത് പിടിച്ചതുപോലെ അന്വേഷിക്കുന്നുണ്ടാവും. ശാന്ത തല കുനിച്ചു. എനിക്കറിയാം. അപ്പോൾ വരൂ, ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ശാന്തയുടെ മനസ്സിൽ വീണ്ടും കൊടുങ്കാറ്റ് വീശി. അവൾ ഭിത്തിയിൽ തൂങ്ങിയിരുന്ന സ്വന്തം മകളുടെ ഫോട്ടോയിലേക്കൊന്ന് നോക്കി. പിന്നെ മീനുവിന്റെ മുഖത്തേക്കും. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എനിക്ക് ഇവളെ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. ആ വാക്കുകൾ കേട്ട് രാഘവൻ ഞെട്ടി. നീ എന്തൊക്കെയായി പറയുന്നത്? ഇവൾ നിന്റെ കുഞ്ഞല്ല. ശാന്ത പൊട്ടിക്കരഞ്ഞു. എനിക്കറിയാം. പക്ഷെ ഇന്നലെ രാത്രി ഇവൾ അമ്മയെന്ന് വിളിച്ചപ്പോൾ എനിക്ക് എന്റെ ആര്യമോളെ ഓർമ്മ വന്നു. രാഘവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. സഹോദരിയുടെ വേദന അയാൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെക്കാൾ വലുതല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ശാന്തേ,
അയാൾ വളരെ ശാന്തമായി പറഞ്ഞു, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും, പക്ഷേ മറ്റൊരമ്മയെ ഇതേ ദുഃഖത്തിലാക്കാൻ നിനക്ക് അവകാശമില്ല. ആ വാക്കുകൾ ശാന്തയുടെ ഹൃദയത്തിൽ തറച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റു. വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. രാഘവൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. പക്ഷെ അവർ വീടിന്റെ വാതിൽ തുറക്കാൻ പോകുന്ന നിമിഷം പുറത്ത് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഒരു വാർത്തയോ അവരുടെ വീട്ടിലേക്ക് എത്തി. ആ വാർത്ത കേട്ടതോടെ ശാന്തയുടെ തീരുമാനം വീണ്ടും മാറാൻ പോവുകയായിരുന്നു. ഇടിമിന്നലോട് കൂടിയ കാറ്റ് വീശുന്നു. ശാന്തയും രാഘവനും വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അയൽവാസിയായ ജാനകിയമ്മ കുടയുമായി ഓടിയെത്തിയത്. ശാന്തേ, ഒരു വാർത്ത കേട്ടോ? ശാന്ത അമ്പരെന്ന് ചോദിച്ചു. എന്ത് വാർത്ത? ഉത്സവത്തിൽ കാണാതായ ഒരു കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുകയാണ്. പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുകയാണത്രേ. അത് കേട്ടതും ശാന്തയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. രാഘവൻ ഉടനെ പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. പക്ഷെ ജാനകിയമ്മ തുടർന്നു പറഞ്ഞ വാക്കുകൾ ശാന്തയെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. ചിലർ പറയുന്നത് കേട്ടു ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന്. പോലീസ് സംശയിക്കുന്നുണ്ടത്രേ. ആരെങ്കിലും പിടിയിലായാൽ ജീവിതം മുഴുവൻ ജയിലിലാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ശാന്തയുടെ മുഖം വെണ്മയായി. ജയിൽ? ആ വാക്ക് അവളുടെ മനസ്സിൽ മുഴങ്ങി. അവൾ ഒരു കുറ്റവും ചെയ്യാനല്ല കുഞ്ഞിനെ എടുത്തത്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന ഭയം അവളെ പിടികൂടി. രാഘവൻ അവളുടെ മനസ്സ് വായിച്ചു. ശാന്ത, നീ ഭയപ്പെടേണ്ട, നടന്നതുപോലെ പറഞ്ഞാൽ മതി. എന്നാൽ ശാന്തയുടെ ഭയം ഓരോ നിമിഷവും വളരുകയായിരുന്നു. അവൾ ചിന്തിച്ചു, ഇപ്പോൾ പോലീസിൽ പോയാൽ അവർ ഞാൻ മനഃപൂർവ്വം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതിയാൽ ഈ കുഞ്ഞിനെ ഇനി ഒരിക്കലും കാണാൻ പോലും അനുവദിക്കില്ലെങ്കിൽ. ആ ഭയം അവളുടെ ശരിയായ തീരുമാനത്തെ വീണ്ടും പിന്നോട്ട് തള്ളിക്കളഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, ഇന്ന് വേണ്ട, മഴ മാറട്ടെ, നാളെ രാവിലെ പോകാം. രാഘവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. ശാന്ത, ഓരോ മണിക്കൂറും ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ മരിക്കുന്നത് പോലെയാണ്. പക്ഷേ ശാന്തയുടെ മനസ്സിൽ ഇപ്പോൾ വിവേകത്തെക്കാൾ ഭയത്തിനായിരുന്നു ശക്തി. ആ ഒരു ദിവസത്തെ താമസം പിന്നീട് വർഷങ്ങളുടെ വേർപാടായി മാറുമെന്ന് അവരിൽ ഒരാളും അപ്പോൾ അറിഞ്ഞിരുന്നില്ല. മഴ രാത്രി മുഴുവൻ പെയ്തു. ആ മഴത്തുള്ളികൾ ഭൂമിയെ തണുപ്പിച്ചെങ്കിലും മുരളിയുടെയും സരസ്വതിയുടെയും മനസ്സിലെ തീ അണയ്ക്കാൻ അതിന് കഴിഞ്ഞില്ല. ആ രാത്രി അവർ രണ്ടുപേരും ഒരു നിമിഷം പോലും ഉറങ്ങിയില്ല. വീട്ടിലെ ഓരോ മൂലയിലും മീനുവിന്റെ ഓർമ്മകൾ മാത്രം. ചെറിയ പിങ്ക് നിറത്തിലുള്ള ചെരുപ്പുകൾ വാതിലിനരികിൽ കിടക്കുന്നു. അവൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച തുണിപ്പാവ കട്ടിലിന്റെ അടിയിൽ, ചെറിയ സ്റ്റീൽ ഗ്ലാസ് മേശപ്പുറത്ത്. എല്ലാം അതേപടി. മീനു മാത്രമില്ല. പുലർച്ചെ വെളുക്കും മുമ്പേ മുരളി എഴുന്നേറ്റു. മുഖം കഴുകിയില്ല, ഭക്ഷണം കഴിച്ചില്ല. ഒരു കപ്പ് വെള്ളം മാത്രം കുടിച്ച് പുറത്തിറങ്ങി. എവിടേക്കാ പോകുന്നത്? സരസ്വതി വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. മുരളി ഒരു നിമിഷം നിന്നു. എന്റെ മകളെ അന്വേഷിക്കാൻ. ഞാനും വരാം. ഇല്ല, അവൻ ആദ്യമായി ഭാര്യയോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ വീട്ടിൽ തന്നെ ഇരിക്ക്. അവളെ ആരെങ്കിലും കൊണ്ടുവന്നാൽ വീട്ടിലാരെങ്കിലും വേണ്ടേ? ആ വാക്കുകൾ കേട്ടപ്പോൾ സരസ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. കാരണം അവനും തകരുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. മുരളി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. ഇവിടെ ഇതിനകം തന്നെ അന്വേഷണ സംഘം പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ മുരളിയെ കണ്ടു പറഞ്ഞു, ഇന്നു മുതൽ അടുത്ത ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. മുരളി ഉടൻ ചോദിച്ചു, ഞാനും വരട്ടെ സാർ? പോലീസുകാരൻ കുറച്ചുനേരം ആലോചിച്ചു. വന്നോളൂ, പക്ഷെ മനസ്സ് തളരരുത്. ആ ദിവസം മുരളി പോലീസിനൊപ്പം ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി. ഓരോ ബസ് സ്റ്റാൻഡും, ഓരോ റെയിൽവേ സ്റ്റേഷനും, ഓരോ അനാഥാലയവും, ഓരോ ആശുപത്രിയും, കണ്ടെത്തുന്ന ഓരോ കുഞ്ഞിനെയും പ്രതീക്ഷയോടെ നോക്കി. ഓരോ തവണയും ഇത് നമ്മുടെ മീനു അല്ല എന്ന സത്യം വീണ്ടും വീണ്ടും അവനെ തകർത്തു. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ കാലുകൾക്ക് നടക്കാൻ പോലും ശക്തിയില്ലായിരുന്നു. പക്ഷേ പ്രതീക്ഷ മാത്രം ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അവൻ അറിയില്ലായിരുന്നു, അവൻ ആ ദിവസം തിരഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വെറും 30 കിലോമീറ്റർ അകലെയായിരുന്നു മീനു ഉണ്ടായിരുന്നത്. വിധി അവരെ മനഃപൂർവ്വം പരസ്പരം അകറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീനു ശാന്തയുടെ വീട്ടിലെത്തിയിട്ട് 3-ാം ദിവസം. കരച്ചിൽ കുറഞ്ഞിരുന്നെങ്കിലും അത് ആശ്വാസം കൊണ്ടല്ല, കരഞ്ഞു കരഞ്ഞു തളർന്നതുകൊണ്ടായിരുന്നു. ശാന്ത അവൾക്ക് ഭക്ഷണം കൊടുക്കും, കുളിപ്പിക്കും, ഉറക്കും. പക്ഷെ ഓരോ തവണയും മീനു ഉറക്കത്തിനിടയിലും 2 വാക്കുകൾ മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. അമ്മേ, അച്ഛാ. ആ വിളികൾ ശാന്തയുടെ ഹൃദയം കീറി മുറിക്കുകയായിരുന്നു. ആ ദിവസം രാവിലെ രാഘവൻ വീണ്ടും വന്നു. ശാന്തേ, ഇനി എത്ര ദിവസം ഇങ്ങനെ പോകും? ശാന്ത ഒന്നും മിണ്ടിയില്ല. പോലീസിൽ പോകാനുള്ള തീരുമാനം എടുത്തോ? ശാന്ത പതുക്കെ പറഞ്ഞു. ഇപ്പോൾ പോയാൽ എല്ലാവരും എന്നെയാണ് കുറ്റവാളിയാക്കുക. രാഘവന് ദേഷ്യം വന്നു. സത്യം പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും സത്യം വിശ്വസിക്കുമോ? ആ ചോദ്യം കേട്ട് രാഘവൻ നിശബ്ദനായി. കാരണം അതിന് വ്യക്തമായ മറുപടി അവന്റെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മീനു കട്ടിലിൽ നിന്നിറങ്ങി വീട്ടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങിയത്. അവൾ ഭിത്തിയിൽ തൂങ്ങിയിരുന്ന ആര്യയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നു. കുറച്ചു നേരം അതിലേക്ക് നോക്കി. പിന്നെ ചെറിയ വിരൽ കൊണ്ട് ഫോട്ടോ തൊട്ടു. ശാന്ത അത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. അവൾ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇത് എന്തൊരു പരീക്ഷണമാണ്. ആ വൈകുന്നേരം ഗ്രാമത്തിലേക്ക് ഒരു പത്രമെത്തി. 1-ാം പേജിന്റെ താഴെ ഒരു ചെറിയ വാർത്ത. ക്ഷേത്രോത്സവത്തിൽ 3 വയസ്സുകാരിയെ കാണാതായി. പോലീസ്
അന്വേഷണം ശക്തമാക്കി. വാർത്തയ്ക്കൊപ്പം വളരെ മങ്ങിയ ഒരു കുടുംബ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഫോട്ടോ അത്ര വ്യക്തമായിരുന്നില്ല. മീനുവിന്റെ മുഖം തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു. രാഘവൻ ആ വാർത്ത വായിച്ച് ശാന്തയുടെ മുന്നിൽ വെച്ചു. ഇനി കണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ശാന്ത വിറയ്ക്കുന്ന കൈകളോടെ പത്രമെടുത്തു. അവൾ ഏറെ നേരം ആ മങ്ങിയ ചിത്രത്തിലേക്ക് നോക്കി നിന്നു. പിന്നെ അവളുടെ കണ്ണുനീർ ആ വാർത്തയുടെ മുകളിലേക്ക് വീണു. അവൾക്കിനി മനസ്സിലായി, ഈ സത്യം കൂടുതൽ ദിവസം മറച്ചു വയ്ക്കാൻ കഴിയില്ല. പക്ഷെ അവൾ പോലീസിൽ പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് വിധി മറ്റൊരു വലിയ തിരിച്ചടി ഒരുക്കിയിരുന്നു. അടുത്ത ദിവസം രാവിലെ ശാന്തയുടെ വീട്ടുവാതിലിൽ 2 പോലീസുകാർ എത്തി നിന്നു. വാതിലിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ടാണ് ശാന്ത ഞെട്ടിയത്. അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. ജാലകത്തിന്റെ ചെറിയ വിടവിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വീട്ടുമുറ്റത്ത് 2 പോലീസുകാർ നിൽക്കുന്നത് കണ്ടു. ശാന്തയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞു, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞ് മീനുവിനെ നോക്കി. ഒന്നും അറിയാതെ നിലത്തിരുന്ന ആ പഴയ മരപ്പാവയുമായി കളിക്കുകയായിരുന്നു കുഞ്ഞ്. ശാന്തയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗത്തിൽ വാതിൽ തുറന്നു. നമസ്കാരം സാർ, ഒരു പോലീസുകാരൻ ആദ്യം ചോദിച്ചു. ഇത് ശാന്തയുടെ വീടാണോ? അതെ. നിങ്ങളുടെ സഹോദരൻ രാഘവൻ ഇവിടെ താമസിക്കുന്നുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ ശാന്തയ്ക്ക് ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല. ഇല്ല, അടുത്ത ഗ്രാമത്തിലാണ്. പോലീസുകാരൻ ഒരു പേപ്പർ നോക്കി. അയാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശാന്തയുടെ നെഞ്ചിലുണ്ടായിരുന്ന ഭയം അല്പം കുറഞ്ഞു. എന്നാൽ അതേ നിമിഷം വീട്ടിനുള്ളിൽ നിന്ന് മീനുവിന്റെ ചിരി കേട്ടു. 2 പോലീസുകാരും സ്വാഭാവികമായി അകത്തേക്ക് നോക്കി. മീനുവും അവരെ നോക്കി. ഒരു നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. പോലീസുകാരിൽ ഒരാൾ ചോദിച്ചു, ഈ കുഞ്ഞ്? ശാന്തയുടെ തൊണ്ട വരണ്ടുപോയി. വാക്കുകൾ പുറത്തു വന്നില്ല. ഒരു നിമിഷം വൈകിയ ശേഷം അവൾ പറഞ്ഞു, എന്റെ ബന്ധുവിന്റെ മകളാണ്. ആ മറുപടി പറയുമ്പോൾ അവളുടെ ശബ്ദം വിറച്ചിരുന്നു. പോലീസുകാരൻ സംശയത്തോടെ മീനുവിനെ നോക്കി. പക്ഷെ കൂടുതൽ ഒന്നും ചോദിച്ചില്ല. ശരി, രാഘവനെ കണ്ടാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയൂ. അത് പറഞ്ഞ് അവർ പോയി. വാതിലടച്ച ഉടൻ ശാന്ത ചുമരിൽ ചാരി താഴേക്കിരുന്നു. അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ആദ്യമായി അവൾ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞു. ആ കള്ളം ഇനി ഒരു കള്ളത്തെ കൂടി ജനിപ്പിക്കുമെന്നും പിന്നീട് അതിൽ നിന്ന് തിരികെ വരാൻ വളരെ പ്രയാസമാവുമെന്നും അവൾ അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. പോലീസുകാർ പോയിട്ടും ശാന്തയ്ക്ക് മനസ്സമാധാനം കിട്ടിയില്ല. വീട്ടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അവൾ. വാതിലിന് പുറത്ത് കേൾക്കുന്ന ഓരോ ശബ്ദവും വീണ്ടും പോലീസ് വന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത്. മീനു ഒന്നും അറിയാതെ മരപ്പാവയെ കെട്ടിപ്പിടിച്ച് കളിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ വാതിലിലേക്ക് നോക്കും. പിന്നെ മൃദുവായി ചോദിക്കും, അമ്മ വരുമോ? ആ ചോദ്യം കേൾക്കുമ്പോഴെല്ലാം ശാന്തയുടെ കണ്ണുകൾ നിറയും. അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് രാഘവൻ വീണ്ടും എത്തി. ശാന്തയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ സംഭവിച്ചെന്ന് അയാൾക്ക് മനസ്സിലായി. എന്താ? ശാന്ത രാവിലെ നടന്നതെല്ലാം പറഞ്ഞു. പോലീസുകാർ വന്നതും താൻ പറഞ്ഞ കള്ളവും എല്ലാം. അത് കേട്ട രാഘവൻ തലയിൽ കൈവച്ചു. ശാന്ത, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, ആദ്യ ദിവസം തന്നെ പോലീസിൽ പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ശാന്ത പൊട്ടിക്കരഞ്ഞു. എനിക്കറിയാം ചേട്ടാ, പക്ഷെ ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഭയം കൂടി വന്നു. ഇപ്പോൾ പോയാൽ അവർ എന്നെ വിശ്വസിക്കുമോ? രാഘവൻ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. കാരണം ഇപ്പോൾ സാഹചര്യം ആദ്യത്തെ ദിവസത്തേതല്ല. 1 ദിവസം, 2 ദിവസം, ഇപ്പോൾ 4ാം ദിവസത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഓരോ ദിവസവും ശാന്തയുടെ നിശബ്ദത അവളെ കൂടുതൽ സംശയാസ്പദമാക്കി മാറ്റുകയായിരുന്നു. വൈകുന്നേരം രാഘവൻ ഒരു തീരുമാനം പറഞ്ഞു. ശാന്ത, ഇവിടെ ഇനി നിൽക്കുന്നത് അപകടമാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് ദിവസത്തേക്ക് എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ ആരും നിന്നെ തിരിച്ചറിയില്ല. ശാന്ത ഞെട്ടി. അത് പോലീസിൽ നിന്ന് ഒളിക്കുന്നതല്ലേ? അല്ല, രാഘവൻ പതുക്കെ പറഞ്ഞു. നീ ആദ്യം മനസ്സൊന്ന് ശാന്തമാക്ക്. പിന്നെ നമുക്ക് ഒരു അഭിഭാഷകനെ കണ്ടിട്ട് നിയമപരമായി കീഴടങ്ങാം. ശാന്തയ്ക്ക് ആ വാക്കുകൾ ശരിയാണെന്ന് തോന്നി. അവൾക്കറിയില്ലായിരുന്നു ആ തീരുമാനം സത്യം പറയാനുള്ള വഴിയല്ല, സത്യത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകാനുള്ള ആദ്യ ചുവടായിരുന്നു. അന്ന് രാത്രി മീനു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ശാന്ത അവളുടെ അരികിലിരുന്ന് മുടിയിൽ തലോടി. അപ്പോൾ മീനു ഉറക്കത്തിനിടയിൽ വളരെ പതുക്കെ ഒരു വാക്ക് പറഞ്ഞു, മുരളി. ശാന്ത ഞെട്ടി. അത് അച്ഛന്റെ പേരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോഴും സ്വന്തം വീടിന്റെ ഓർമ്മകൾ ജീവനോടെ ഉണ്ടെന്നത് അവൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ശാന്തയുടെ കുറ്റബോധം ഇരട്ടിയാക്കി. അടുത്ത ദിവസം പുലർച്ചെ തന്നെ രാഘവൻ വീണ്ടും ശാന്തയുടെ വീട്ടിലെത്തി. കയ്യിൽ ഒരു ചെറിയ യാത്രാ ബാഗ്. വേഗം തയ്യാറാവൂ, രാവിലെ നേരത്തെ പോയാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. ശാന്തയുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. വീട്ടിലാകെ അവൾ ഒന്ന് കണ്ണോടിച്ചു. ഭിത്തിയിൽ തൂങ്ങിയിരുന്ന ആര്യയുടെ ഫോട്ടോ, എല്ലാ ദിവസവും തെളിയിക്കുന്ന വിളക്ക്, വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞ ആ ചെറിയ വീട്. അവൾ ഫോട്ടോയ്ക്ക് മുന്നിൽ കുറച്ചുനേരം നിന്നു. ഞാൻ തിരികെ വരും എന്ന് പതുക്കെ പറഞ്ഞ് കണ്ണുനീർ തുടച്ച് മീനുവിനെ എടുത്ത് പുറത്തേക്ക് നടന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. ശാന്തയുടെ തോളിൽ തല ചായച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം മുരളി വീണ്ടും പോലീസ് സ്റ്റേഷനിലായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പുതിയ വിവരം പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു ഫോൺ കോൾ വന്നിരുന്നു. മുരളി ആകാംക്ഷയോടെ മുന്നോട്ട് നീങ്ങി. എവിടെ നിന്നാണ് സാർ? അടുത്ത ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന്. കാണാതായ കുഞ്ഞിനെ പോലൊരു കുട്ടിയെ കണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്.
മുരളിയുടെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ തെളിഞ്ഞു. നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. ഉടൻ ജീപ്പ് തയ്യാറായി. മുരളിയും 2 പോലീസുകാരും ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അതേസമയം രാഘവനും ശാന്തയും മീനുവുമായി ബസ് സ്റ്റാൻഡിലെത്തി. അവരുടെ ലക്ഷ്യം ദൂരെയുള്ള പട്ടണം. അവിടെ രാഘവന്റെ സുഹൃത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് ശാന്ത അവസാനമായി ചുറ്റും നോക്കി. ആരെങ്കിലും തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന ഭയം അവളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. പക്ഷേ ആരും അവളെ ശ്രദ്ധിച്ചില്ല. ബസ് മുന്നോട്ട് നീങ്ങി. പോലീസ് ജീപ്പ് മറ്റൊരു റോഡിലൂടെ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2 വാഹനങ്ങൾ, 2 ദിശകൾ, 2 ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള യാത്രകൾ. പക്ഷെ വിധിയുടെ ക്രൂരത അവ തമ്മിൽ കണ്ടുമുട്ടേണ്ട ഒരു ജംഗ്ഷനിൽ വെറും 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ കടന്നുപോയി. ഒരു വാഹനം കടന്നു പോകുമ്പോൾ മറ്റേത് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ 5 മിനിറ്റ് ഒരു കുടുംബത്തിന് 20 വർഷത്തെ കാത്തിരിപ്പായി മാറുമെന്ന് അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. മുരളി സഞ്ചരിച്ച പോലീസ് ജീപ്പ് അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ഓരോ നിമിഷവും അവന്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവമേ, ഈ പ്രാവശ്യമെങ്കിലും എന്റെ മീനു ആയിരിക്കണേ. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവർ വിവരം ലഭിച്ച ഗ്രാമത്തിലെത്തി. അവിടെ വിവരം നൽകിയ ആളെ പോലീസ് കണ്ടു. നിങ്ങൾ കണ്ട കുഞ്ഞ് എവിടെയാണ്? അയാൾ കുറച്ചുനേരം ആലോചിച്ചു. രാവിലെ ബസ് സ്റ്റാൻഡിൽ കണ്ടതാ സാർ. ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു. മുരളിയുടെ ഹൃദയം വീണ്ടും ശക്തമായി മിടിച്ചു. പിന്നെ അവർ ബസ്സിൽ കയറിപ്പോയി. ഏത് ബസ്? അറിയില്ല സാർ, ഞാൻ ജോലിക്ക് പോകുന്ന തിരക്കിലായിരുന്നു. ആ മറുപടി കേട്ടതോടെ മുരളിയുടെ മുഖം വീണ്ടും മങ്ങി. അവൻ ചുറ്റും നോക്കി. അവിടെ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. ആളുകൾ അവരുടെ ജോലികളിൽ മുഴുകിയിരുന്നു. പക്ഷെ അവന്റെ ലോകം വീണ്ടും തകർന്നു വീഴുകയായിരുന്നു. രാഘവനും ശാന്തയും മീനുവും പുതിയ പട്ടണത്തിലെത്തി. ആ പട്ടണം അവർക്കെല്ലാം അപരിചിതമായിരുന്നു. അവരെ സ്വീകരിക്കാൻ രാഘവന്റെ പഴയ സുഹൃത്ത് സതീഷ് എത്തി. ഇവിടെ ആരും നിങ്ങളെ അറിയില്ല. കുറച്ചു കാലം ഇവിടെ താമസിക്കാം. ശാന്ത ഒന്നും പറഞ്ഞില്ല. അവരുടെ മനസ്സിൽ സമാധാനമില്ലായിരുന്നു. വൈകുന്നേരം മീനു വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, എന്താ മോളുടെ പേര്? മീനു സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, മീനു. ശാന്തയുടെ മുഖം പെട്ടെന്ന് മാറി. അവൾ വേഗം ഇടപെട്ടു, കുഞ്ഞിന് സംസാരിക്കാൻ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അയൽവാസി ചിരിച്ചുകൊണ്ടുപോയി. പക്ഷെ ശാന്തയുടെ മനസ്സിൽ ഒരു പുതിയ ഭയം ജനിച്ചു. ഇവൾ സ്വന്തം പേര് പറയുന്നിടത്തോളം സത്യം മറച്ചുവെക്കാൻ കഴിയില്ല. ആ രാത്രി ശാന്ത ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ ഒരു തീരുമാനമെടുക്കാൻ പോവുകയായിരുന്നു. ആ തീരുമാനം മീനുവിന്റെ പേര് മാത്രമല്ല, അവളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. ആ രാത്രി ശാന്തയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾ. ഓരോ തവണയും കണ്ണടയ്ക്കുമ്പോൾ 2 മുഖങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഒന്ന് സ്വന്തം മകൾ ആര്യ, മറ്റൊന്ന് അമ്മ എന്ന് വിളിച്ചു കരയുന്ന മീനു. പുലർച്ചെ വെളുപ്പിന് അവൾ ഒരു തീരുമാനമെടുത്തു. അതെടുക്കാൻ അവൾക്ക് അവകാശമില്ലാത്ത തീരുമാനമായിരുന്നു. പക്ഷെ ഭയവും കുറ്റബോധവും വിവേകത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. രാവിലെ സതീഷും രാഘവനും ഇരിക്കുമ്പോൾ ശാന്ത പതുക്കെ പറഞ്ഞു, ഇനി മുതൽ ഇവളെ മീനു എന്ന് വിളിക്കരുത്. രാഘവൻ ഞെട്ടി. എന്താണ് പറയുന്നത്? ആ പേര് കേട്ടാൽ ഇവൾക്ക് പഴയ ഓർമ്മകൾ വരും. ആരെങ്കിലും കേട്ടാൽ സംശയിക്കും. അതുകൊണ്ട് അവൾ കുറച്ചു നേരം നിർത്തി. ഇനി മുതൽ ഇവളുടെ പേര് മായ. വീട്ടിൽ ഒരു നിമിഷം നിശബ്ദത. രാഘവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഒരു കുഞ്ഞിന്റെ പേര് മാറ്റിയാൽ അവളുടെ ജീവിതം മാറുമെന്ന് കരുതുന്നുണ്ടോ? ഇവൾ ആരാണെന്ന സത്യം മാറില്ല. ശാന്ത തല കുനിച്ചു. എനിക്കറിയാം, പക്ഷെ എനിക്ക് ഭയമാണ്. അതേസമയം മീനു ഒരു മൂലയിലിരുന്ന് കളിക്കുകയായിരുന്നു. ശാന്ത അവളുടെ അടുത്തെത്തി ചിരിപ്പിക്കാൻ ശ്രമിച്ചു. മോളെ. മീനു തിരിഞ്ഞു നോക്കി. ഇനി മുതൽ നിന്റെ പേര് മായ. കുഞ്ഞിനൊന്നും മനസ്സിലായില്ല. അവൾ പതിവ് പോലെ തന്നെ പറഞ്ഞു, ഞാൻ മീനു. ശാന്തയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. ക്ഷമിക്കണേ മോളെ, ഞാൻ നിന്നോട് ചെയ്യുന്നത് ശരിയല്ല. ആ വാക്കുകൾ അവൾക്ക് മാത്രമേ കേൾക്കാനായുള്ളൂ. മുരളി സ്വന്തം വീട്ടിലെ ഭിത്തിയിൽ മീനുവിന്റെ ഒരേ ഒരു കുടുംബ ഫോട്ടോ വലുതാക്കി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആ ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പതുക്കെ പറഞ്ഞു, നിന്റെ പേര് ഈ വീട്ടിൽ ഒരിക്കലും മായില്ല. നീ എവിടെയാണെങ്കിലും അച്ഛൻ നിന്നെ കണ്ടെത്തും. ഒരു വശത്ത് ഒരച്ഛൻ തന്റെ മകളുടെ പേര് ജീവൻ പോലെ കാത്തുസൂക്ഷിക്കുകയായിരുന്നു. മറ്റൊരു വശത്ത് ഒരു സ്ത്രീ അതേ കുഞ്ഞിന്റെ പേര് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. വിധി അവരുടെ ജീവിതങ്ങളെ കൂടുതൽ കൂടുതൽ അകറ്റിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. പുതിയ പട്ടണത്തിലെ ജീവിതവുമായി ശാന്ത പതിയെ പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ മീനുവിന്, അല്ല, ശാന്ത വിളിക്കാൻ ശ്രമിക്കുന്ന മായയ്ക്ക് ഒന്നും മാറിയിരുന്നില്ല. ഓരോ രാവിലെ എഴുന്നേറ്റ ഉടൻ അവൾ വാതിലിലേക്ക് ഓടും. പുറത്താരെയോ അന്വേഷിക്കും. പിന്നെ തിരിഞ്ഞ് ശാന്തയോട് ചോദിക്കും, എന്റെ അച്ഛൻ എവിടെ? ആ ചോദ്യം കേൾക്കുമ്പോഴെല്ലാം ശാന്തയുടെ ഹൃദയം വിങ്ങും. അവൾ ഒരിക്കലും കള്ളം പറഞ്ഞ് മറുപടി നൽകിയില്ല. മറിച്ച് മീനുവിന് നെഞ്ചോട് ചേർത്ത് കരയും. ആദ്യ ദിവസങ്ങളിൽ മീനു തന്റെ പേര് ആരെങ്കിലും ചോദിച്ചാൽ ഉറച്ച ശബ്ദത്തിൽ പറയും, ഞാൻ മീനു. പക്ഷെ ശാന്തയും ചുറ്റുമുള്ളവരും വീണ്ടും വീണ്ടും മായ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് ആശയക്കുഴപ്പത്തിലായി. ചിലപ്പോൾ മീനു എന്നും ചിലപ്പോൾ മായ എന്നും പറയും. ആ കാഴ്ച കണ്ടപ്പോൾ രാഘവന്റെ മനസ്സ് തകർന്നു. ഒരു ദിവസം അവൻ ശാന്തയോട് ചോദിച്ചു, നിനക്കറിയാമോ, നീ ഈ കുഞ്ഞിന്റെ പേര് മാത്രമല്ല മാറ്റുന്നത്,
അവളുടെ തിരിച്ചറിയലാണ് പതുക്കെ മായ്ച്ചു കളയുന്നത്. ശാന്ത പൊട്ടിക്കരഞ്ഞു. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ചേട്ടാ, എനിക്ക് ഓരോ ദിവസവും ഭയമാണ്. അതേസമയം മുരളി അന്വേഷണം നിർത്തിയിരുന്നില്ല. ഓരോ ഞായറാഴ്ചയും അയാൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും. ഒരു ചെറിയ വിവരം കിട്ടിയാൽ പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കും. പലരും അയാളെ പരിഹസിച്ചു. ഇത്രയും ദിവസമായില്ലേ, ഇനി കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ മുരളിയുടെ മറുപടി എപ്പോഴും ഒന്നായിരുന്നു: ശ്വാസമുള്ളിടത്തോളം ഞാൻ എൻ്റെ മകളെ അന്വേഷിക്കും. ഒരു ദിവസം വൈകുന്നേരം മീനു വീടിന്റെ മുറ്റത്ത് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്തിലൂടെ ഒരു ചുവന്ന ബലൂൺ പറന്നുപോയി. അത് കണ്ട നിമിഷം അവൾ കളി നിർത്തി. കണ്ണുകൾ ബലൂണിൽ ഉറച്ചു. പിന്നെ അറിയാതെ തന്നെ അവളുടെ വായിൽ നിന്നൊരു വാക്ക് പുറത്തേക്ക് വന്നു: അച്ഛാ, ബലൂൺ. അത് കേട്ട ശാന്ത ഞെട്ടി. കാരണം ഉത്സവത്തിൽ മീനുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതും ഒരു ചുവന്ന ബലൂൺ തന്നെയായിരുന്നു. ആ ചെറിയ ഓർമ്മ മീനുവിന്റെ മനസ്സിൽ ഇപ്പോഴും മരിച്ചിരുന്നില്ല. അതൊരു നാൾ മുഴുവൻ സത്യത്തിലേക്കുള്ള ആദ്യ വാതിലായി മാറാൻ പോവുകയായിരുന്നു. കാലം ആരെയും കാത്തു നിൽക്കില്ല. മീനുവിനെ കാണാതായിട്ട് വർഷങ്ങൾ കടന്നുപോയി. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മുരളിക്കും സരസ്വതിക്കും പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു. ഇന്നൊരു വിവരം കിട്ടും, നാളെ നമ്മുടെ മകൾ തിരിച്ചു വരും എന്ന വിശ്വാസം അവരെ ജീവിപ്പിച്ചു. പക്ഷെ ദിവസങ്ങൾ കടന്നുപോയി. മാസങ്ങൾ വർഷങ്ങളായി മാറിയപ്പോൾ പ്രതീക്ഷയ്ക്കൊപ്പം വേദനയും വളർന്നു. മുരളി തന്റെ തയ്യൽക്കട ഇപ്പോഴും നടത്തുകയായിരുന്നു. പക്ഷെ പഴയ പോലെയല്ല. മുൻപ് ഉപഭോക്താക്കളോട് ചിരിച്ചു സംസാരിച്ചിരുന്ന മുരളി ഇപ്പോൾ മിക്ക സമയവും നിശബ്ദനായിരുന്നു. കടയുടെ ഒരു ചെറിയ ഭാഗത്ത് മീനുവിന്റെ ഒരു ഫോട്ടോ വെച്ചിരുന്നു. ഓരോ ദിവസവും കട തുറക്കുന്നതിന് മുമ്പ് അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കും. ഇന്ന് അച്ഛൻ നിന്നെ കണ്ടെത്താൻ ഒരു ചുവടുകൂടി മുന്നോട്ട് വെക്കും മോളെ എന്ന് മനസ്സിൽ പറയും. സരസ്വതിയുടെ ജീവിതവും മാറി. മുൻപ് മുഴുവൻ ചിരി നിറഞ്ഞിരുന്ന ആ വീട്ടിൽ ഇപ്പോൾ നിശബ്ദതയായിരുന്നു. അവൾ ഇന്നും മീനുവിന്റെ ചെറിയ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. പൊടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ വൃത്തിയാക്കി വെക്കും. അയൽവാസികൾ പലരും പറഞ്ഞു, ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഒരമ്മയുടെ മനസ്സിന് അത് അത്ര എളുപ്പമായിരുന്നില്ല. അതേസമയം മറ്റൊരു നഗരത്തിൽ ചെറിയ മീനു ഇപ്പോൾ വളരുകയായിരുന്നു. അവളെ എല്ലാവരും മായ എന്നാണ് വിളിച്ചിരുന്നത്. ശാന്ത അവളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു. അവളുടെ പഠനം, അവളുടെ ആരോഗ്യം, അവളുടെ സന്തോഷം എല്ലാം ശ്രദ്ധിച്ചു. പക്ഷേ ശാന്തയുടെ ഉള്ളിൽ ഒരു കുറ്റബോധം എന്നും ഉണ്ടായിരുന്നു. മായ വളർന്നു വരികയാണ്. അവളുടെ കണ്ണുകളിൽ ഒരു ചോദ്യം വളർന്നു: എന്റെ ബാല്യം എവിടെയാണ്? എന്റെ യഥാർത്ഥ ഓർമ്മകൾ എന്തുകൊണ്ടാണ് ഇത്ര കുറവ്? മായയ്ക്ക് ഇപ്പോഴും ചില വിചിത്ര ശീലങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ കരയുന്നത് കണ്ടാൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നും. ഉത്സവത്തിലെ മേള ശബ്ദം കേട്ടാൽ അവൾ അസ്വസ്ഥയാകും. ചുവന്ന ബലൂൺ കണ്ടാൽ അറിയാതെ നിൽക്കും. എന്തുകൊണ്ടാണെന്ന് അവൾക്കറിയില്ല. പക്ഷേ അവളുടെ മനസ്സിന്റെ ആഴത്തിൽ എവിടെയോ ഒരു ചെറിയ പെൺകുട്ടി ഇന്നും തന്റെ അച്ഛന്റെ കൈ തിരയുകയായിരുന്നു. 20 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ 3 ജീവിതങ്ങൾ 3 വഴികളിലൂടെ മുന്നോട്ട് നീങ്ങി. ഒരച്ഛൻ ഇപ്പോഴും തിരച്ചിലിൽ, ഒരമ്മ ഇപ്പോഴും കാത്തിരിപ്പിൽ, ഒരു മകൾ തന്റെ സ്വന്തം ഭൂതകാലത്തെ അറിയാതെ. പക്ഷേ വിധി അവരുടെ വഴികൾ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. കാലം പല മുറിവുകളും മായ്ക്കുമെന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷെ ചില മുറിവുകൾ അറിയാതെ തന്നെ ഉള്ളിൽ കിടക്കും. മീനു ഇപ്പോൾ എല്ലാവർക്കും മായയായിരുന്നു. ചെറിയ കുട്ടിയിൽ നിന്ന് വളർന്ന് അവൾ ഒരു ബുദ്ധിമതിയായ യുവതിയായി മാറിയിരുന്നു. പഠനത്തിലും പെരുമാറ്റത്തിലും അവൾ മിടുക്കിയായിരുന്നു. ശാന്ത അവളെ സ്വന്തം മകളെപ്പോലെ വളർത്തി. അവൾക്കൊരു കുറവും വരാതിരിക്കാൻ ശ്രമിച്ചു. മായയ്ക്ക് ചെറുപ്പം മുതൽ ചില വിചിത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രത്യേക മണങ്ങൾ, ചില ശബ്ദങ്ങൾ, ചില കാഴ്ചകൾ അവളെ അറിയാത്ത ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു ദിവസം കോളേജിലെ പരിപാടിക്കിടെ വലിയൊരു മേളത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് നിശ്ചലയായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമുള്ളവർ അത്ഭുതത്തോടെ നോക്കി. എന്താ മായേ? സുഹൃത്ത് ചോദിച്ചു. മായ പതുക്കെ പറഞ്ഞു, എനിക്കറിയില്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നും. വീട്ടിലെത്തിയ മായ ആ രാത്രി ശാന്തയോട് ചോദിച്ചു, അമ്മേ. ശാന്ത ഒന്ന് ഞെട്ടി. മായ ആദ്യമായാണ് ഇങ്ങനെ ഗൗരവമായി സംസാരിക്കുന്നത്. എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോകളൊന്നുമില്ലേ? ശാന്തയുടെ മുഖം മാറി. ഒരു നിമിഷം അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ചിരിക്കാൻ ശ്രമിച്ചു. എന്തിനാ ഇപ്പോൾ അതൊക്കെ അന്വേഷിക്കുന്നത്? മായ ശാന്തയെ നോക്കി. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ എന്തോ ഒരു ഭാഗം എനിക്കറിയില്ല. ആ വാക്കുകൾ ശാന്തയുടെ ഹൃദയത്തിൽ വലിയൊരാഘാതമായി. കാരണം അവൾ മറച്ചുവെച്ച സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അന്നേ ദിവസം രാത്രി മായ ഉറങ്ങിക്കിടക്കുമ്പോൾ ശാന്ത പഴയ ഒരു പെട്ടി തുറന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ പിങ്ക് ഹെയർ ക്ലിപ്പ്, ഒരു പഴയ തുണിത്തുണ്ട്, ഒരു കുഞ്ഞിന്റെ വെള്ളി പാദസരം. അവൾ അവയെ കയ്യിലെടുത്ത് കരഞ്ഞു. മീനു. വർഷങ്ങൾക്ക് ശേഷം ആ പേര് വീണ്ടും അവളുടെ ചുണ്ടുകളിൽ വന്നു. പക്ഷേ വാതിലിനരികിൽ നിന്നിരുന്ന ഒരാൾ അത് കേട്ടിരുന്നു. അത് മായയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു ഞെട്ടൽ നിറഞ്ഞു. മീനു? ആരാണ് മീനു? വാതിലിനരികിൽ നിശ്ചലമായി നിന്ന മായയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. മീനു ആരാണ്? എന്തിനാണ് അമ്മ ആ പേര് വിളിച്ചത്? എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വർഷം എന്റെ പഴയ ഫോട്ടോകളൊന്നും കാണാൻ കഴിയാതിരുന്നത്? അവൾ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു.
പക്ഷേ ശാന്തയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ അകത്തേക്ക് കയറാൻ ധൈര്യപ്പെട്ടില്ല. അവൾ പതുക്കെ തിരികെ തന്റെ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ മായ പതുപോലെ പെരുമാറാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ കണ്ണുകൾ ശാന്തയുടെ മുഖത്തായിരുന്നു. അമ്മ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒടുവിൽ അവൾ ചോദിച്ചു, അമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശാന്തയുടെ കയ്യിലെ ഗ്ലാസ് നിശ്ചലമായി. എന്താ മോളെ? മായ കുറച്ചു നേരം മടിച്ചു നിന്നു. പിന്നെ ചോദിച്ചു, എന്റെ പേര് മുമ്പ് മീനു എന്നായിരുന്നോ? ആ ഒരു ചോദ്യം ശാന്തയുടെ ഉള്ളിലെ വർഷങ്ങളായുള്ള ഭയം പുറത്തെടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ ഒന്നും പറഞ്ഞില്ല. മായയുടെ സംശയം കൂടുതൽ ശക്തമായി. അമ്മ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ശാന്തയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾക്ക് സത്യം പറയണമെന്ന് തോന്നി. പക്ഷേ ഇത്രയും വർഷം ഒളിപ്പിച്ച ഒരു സത്യം ഒരു നിമിഷം കൊണ്ട് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതേസമയം മുരളിയും സരസ്വതിയും ഇപ്പോഴും മീനുവിനെ മറന്നിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഓരോ വർഷവും അതേ ഉത്സവ ദിവസം അവർ ക്ഷേത്രത്തിൽ പോകും. മുരളി ഇപ്പോഴും ഒരു ചെറിയ പെട്ടിയിൽ മീനുവിന്റെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് മീനുവിന്റെ കളിപ്പാട്ടങ്ങളും പഴയ ഫോട്ടോ, മീനുവിന്റെ ഇഷ്ടപ്പെട്ട ചെറിയ റിബൺ. സരസ്വതിക്ക് ഓരോ തവണയും അത് തുറക്കുമ്പോൾ കണ്ണുകൾ നിറയും. അവൾ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ? അവൾ പറയും. മുരളി മറുപടി നൽകും, അതെ, നമ്മുടെ മീനു നമ്മളെ തേടുന്നുണ്ടാവും. അന്ന് വൈകുന്നേരം മായ വീട്ടിലെ പഴയ അലമാര വൃത്തിയാക്കുന്നതിനിടെ ഒരു ചെറിയ കവർ എടുത്തു. അതിലൊരു പഴയ കടലാസ് ഉണ്ടായിരുന്നു. അതൊരു ആശുപത്രി രേഖകളായിരുന്നു. അതിലൊരു പേരെഴുതിയിരുന്നു, മീനു. മായയുടെ കൈകൾ വിറച്ചു. അവൾ ആ പേപ്പർ വീണ്ടും വീണ്ടും നോക്കി. ഇനി ഇതൊരു സംശയം മാത്രമായിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ സത്യമുണ്ടായിരുന്നു. ആ പഴയ ആശുപത്രി രേഖ കയ്യിൽ പിടിച്ച് മായ ഏറെ നേരം നിശ്ചലമായി നിന്നു. അവളുടെ മനസ്സിൽ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ. ഇത് ആരുടേതാണ്? എന്തുകൊണ്ടാണ് എന്റെ വീട്ടിൽ ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്? മീനു എന്ന പേര് എനിക്ക് എന്തുകൊണ്ട് ഇത്ര പരിചിതമായി തോന്നുന്നു? അവൾ ആ രേഖയുമായി ശാന്തയുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ വാതിലിനരികിലെത്തിയപ്പോൾ അവൾ നിന്നു. അകത്ത് നിന്ന് ശാന്തയുടെ ശബ്ദം കേട്ടു. ദൈവമേ, ഇത്രയും വർഷം ഞാൻ ഒളിപ്പിച്ച സത്യം ഇനി എത്ര കാലം മറച്ചു വെക്കും? ആ വാക്കുകൾ മായയുടെ മനസ്സിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. അന്ന് രാത്രി മായ ഉറങ്ങിയില്ല. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിന്ന് ചെറിയ ചെറിയ ചിത്രങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ഒരു വലിയ ജനക്കൂട്ടം, വെളിച്ചങ്ങൾ, മേളത്തിന്റെ ശബ്ദം, ഒരു പുരുഷന്റെ കൈപിടിച്ച് നടക്കുന്നത്, പിന്നെ കരഞ്ഞുകൊണ്ട് ആരെയോ അന്വേഷിക്കുന്നത്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. നെഞ്ചെടുപ്പ് കൂടിയിരുന്നു. ഇതെന്റെ ഓർമ്മകളാണോ? അവൾ സ്വയം ചോദിച്ചു. ഈ കഥയുടെ ആകാംക്ഷാഭരിതമായ മുഹൂർത്തങ്ങളുമായി അടുത്ത ഭാഗത്തിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.